ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൽ അസ്ർ, കാലഘട്ടം സത്യം. കാലഘട്ടത്തെ കൊണ്ട് സത്യം ചെയ്തതിന് രണ്ട് കാരണങ്ങൾ പണ്ഡിതന്മാർ പറഞ്ഞിരിക്കുന്നു. ഒന്ന്, ഇവിടെ പറയുന്ന കാര്യങ്ങൾക്ക് കാലഘട്ടം സാക്ഷിയാണ്. നല്ലവർ വിജയിച്ചു, മോശപ്പെട്ടവർ പരാജയപ്പെട്ടു. ഇതിന് കാലഘട്ടം സാക്ഷിയാണ്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ ഇന്ന് വരെയുമുള്ള കാലഘട്ടത്തോട് ആരെങ്കിലും ചോദിച്ചാൽ കാലഘട്ടം രണ്ട് കാര്യങ്ങൾ പറയും. സൽഗുണങ്ങൾ ഉണ്ടായിരുന്ന ആദം നബി അലൈഹിസ്സലാം, എല്ലാ നബിമാരും അവരുടെ സഹാബാക്കളും പടച്ചവന്റെ ഇഷ്ടദാസന്മാരും ദാസികളും ഈ ലോകത്തും വിജയിച്ചു, നാളെ പരലോകത്തും വിജയിച്ചു. അവരുടെ സൽഗുണങ്ങൾ ഇന്നും കാലഘട്ടം പാടിക്കൊണ്ടിരിക്കുകയാണ്. മറുഭാഗത്ത് കാലഘട്ടം തന്നെ പറയും, സൽഗുണങ്ങളില്ലാതെ ദുർഗുണങ്ങൾ കൊണ്ട് ജീവനത്തെ നശിപ്പിച്ചവർ ഇരുലോകത്തും പരാജയപ്പെട്ടു, ഈ ലോകത്തും പരാജയപ്പെട്ടു, കാലാകാലത്തെ ജീവനത്തിലും പരാജയപ്പെട്ടു. ആദം നബി അലൈഹിസ്സലാമിന്റെ ഒരു മകൻ കൊലയാളിയാണ്. ലോകാവസാനം വരെയും നടക്കുന്ന കൊലകളുടെ ഒരു ബാധ്യത അദ്ദേഹത്തിന്റെ മുതുകിൽ പതിഞ്ഞുകൊണ്ടിരിക്കും. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ സമ്പന്നരായ നിഷേധ സമുദായം ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ തകർക്കാൻ പരിശ്രമിച്ച ലോക ചക്രവർത്തിയായിരുന്ന നമ്രൂദ്, വലിയ പണക്കാരനായിരുന്ന ഫിറഔൻ, കാറൂൻ, ഇങ്ങനെയുള്ള മുഴുവൻ ആളുകളും തകരുകയുണ്ടായി. അവരുടെ ജീവിതം അപകടത്തിൽപ്പെട്ടു. കാലഘട്ടം ഇന്നും അവരെ ശമിച്ചുകൊണ്ടിരിക്കുകയാണ്. വൽ അസ്രി ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ. കാലഘട്ടത്തെ കൊണ്ട് സത്യം ചെയ്തതിന്റെ രണ്ടാമത്തെ ഒരു കാര്യം, പ്രത്യേകിച്ച് നമ്മളുമായി ബന്ധപ്പെട്ട വിഷയം, കാലഘട്ടം നമ്മളുടെ ജീവിതത്തിന്റെ മൂലധനമാണ്, ജീവിതത്തിന്റെ ആകെ സ്വത്താണ്. കവി പറയുന്നു, നീ എന്ന് പറഞ്ഞാൽ ആരാണ്? എണ്ണപ്പെട്ട ഏതാനും നിമിഷങ്ങൾ. ഓരോ ശ്വാസം നമ്മൾ വലിക്കുമ്പോഴും വിടുമ്പോഴും നമ്മളുടെ ജീവിതത്തിന്റെ ഓരോ ഭാഗങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു മഹാൻ പറയുന്നു, ഞാൻ ഐസ് കച്ചവടക്കാരനെ നോക്കിക്കൊണ്ട് ഈ ആയത്തിന്റെ ഗൗരവം മനസ്സിലാക്കി. ഐസ് അത് അലിഞ്ഞ് വെള്ളമായി പോയിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം അതിനെ സൂക്ഷിച്ച് അതിനെ വെള്ളമാക്കാതെ സൂക്ഷിക്കുകയോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ജനങ്ങൾക്ക് അത് കൊടുത്ത് പ്രയോജനപ്പെടുത്തുകയോ ചെയ്താൽ അദ്ദേഹം ലാഭം കൊയ്യുന്നയാളാകും, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അധ്വാനം മുഴുവനും പാഴായി പോകും. പ്രത്യേകിച്ചും അല്ലാഹു പറയുന്നു, അൽ അസ്ർ, അസ്റിന്റെ സമയം അത് ഏറ്റവും പ്രധാനപ്പെട്ട സമയമാണ്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി, നിങ്ങളുടെയും നിങ്ങൾക്ക് മുമ്പുള്ള സമുദായത്തിന്റെയും ഉദാഹരണം, നിങ്ങൾക്ക് മുമ്പുള്ള യഹൂദ സമുദായം രാവിലെ മുതൽ ളുഹർ വരെയും അധ്വാനിച്ചവരാണ്. നസ്രാണി സമുദായം അവർ ളുഹർ മുതൽ അസ്ർ വരെയും അധ്വാനിച്ചവരാണ്. നിങ്ങൾ അസ്ർ മുതൽ മഗ്രിബ് വരെയും ലോകത്തിന്റെ അവസാനം വരെയും അധ്വാനിക്കേണ്ടവരാണ്. നിങ്ങൾ ഏറ്റവും അവസാനം വന്നവരാണ്. എന്നാൽ കർത്തവ്യം നിർവഹിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ആദ്യമായി സ്വർഗത്തിൽ കടക്കേണ്ടവരാണ്. കാലഘട്ടത്തിന്റെ ഗൗരവം. വൽ അസ്രി ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ. സത്യം ചെയ്തുകൊണ്ട് അല്ലാഹു ഒന്നാമതായി അറിയിക്കുന്ന കാര്യം, തീർച്ചയായും മുഴുവൻ മനുഷ്യരും, ആണുങ്ങളും പെണ്ണുങ്ങളും, പണക്കാരും പാവപ്പെട്ടവരും, ഭരണാധികാരികളും ഭരണീയരും, ഉന്നതരും താഴ്ന്നവരും, ദുർഗുണങ്ങളുള്ളവരാണോ അവരെല്ലാവരും തകർന്നിരിക്കുന്നു. ലഫീ ഖുസ്ർ, തികഞ്ഞ നഷ്ടക്കച്ചവടത്തിലാണ്. കച്ചവടത്തിലുണ്ടാകുന്ന നഷ്ടത്തിനാണ് ഖുസ്ർ എന്ന് പറയുന്നത്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി, കുല്ലു നാസി യഗ്ദു ഫബായിഉ നഫ്സഹു ഫമുഅ്തിഖുഹാ ഔ മൂബിഖുഹാ. എല്ലാവരും പ്രഭാതത്തിൽ എഴുന്നേറ്റ് ഹിജ്റ 1444 റമദാനുൽ മുബാറക്ക്
രണ്ടാമത്തെ ദിവസം വെള്ളിയാഴ്ച രാവിലെ എഴുന്നേറ്റ് അവരവന്റെ ഒരു ദിവസത്തെ വിൽക്കുകയാണ്. ഒരു കൂട്ടം ആളുകൾ വിൽപ്പനയിൽ വിജയിച്ചു, അവരുടെ ശരീരത്തെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി. വേറൊരു കൂട്ടം ആളുകൾ കച്ചവടത്തിൽ നഷ്ടവാളികളായി അവരുടെ ശരീരത്തെ നരകത്തിലേക്ക് അവർ കൊണ്ട് എറിഞ്ഞു എന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തീരാ നഷ്ടത്തിലാണ് മുഴുവൻ മനുഷ്യരും. പ്രത്യേകിച്ചും 4 ഗുണങ്ങളില്ല എങ്കിൽ അതിനെതിരായ 4 ദുർഗുണങ്ങൾ ഉണ്ടായാൽ, ഒന്ന് സത്യനിഷേധം. എല്ലാം പടച്ച് പരിപാലിക്കുന്ന, നമ്മെ ഈ ലോകത്തേക്ക് കൊണ്ടുവന്ന, കയ്യും കാലും കണ്ണും കാതുമെല്ലാം നൽകിയ പടച്ചവനെ നിഷേധിക്കൽ, ആ പടച്ചവൻ വഴികാട്ടിയായി അയച്ച പ്രവാചകനെ നിഷേധിക്കൽ ഒന്നാമത്തെ വലിയ ദുർഗുണമാണ്. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഒരുപക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ കത്തിക്കയറിക്കൊണ്ടിരിക്കുന്ന ദുർഗുണം ഈ ഒരു കാര്യമാണ്. ഒരു കാലഘട്ടമുണ്ടായിരുന്നു, അന്നത്തെ ചോദ്യം എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ സഹിയായ ഹദീസുകളിലുണ്ടോ, ഖുർആനിലുണ്ടോ, ഹദീസിലുണ്ടോ എന്നായിരുന്നു. ഇന്നതെല്ലാം മാറി. ഖുർആനിലും ഹദീസിലുമുള്ള കാര്യമാണെങ്കിൽ അതിനെ പുച്ഛിക്കുന്ന, നിന്ദിക്കുന്ന ഒരവസ്ഥ മുസ്ലിം നാമധാരികളിൽ, ഉന്നത മുസ്ലിം കുടുംബങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്നു. അങ്ങേയറ്റം പേടിക്കേണ്ട കാര്യമാണ് സഹോദരങ്ങളെ നിഷേധം. ഇടയ്ക്കെന്ന് പറയട്ടെ, ഈ നിഷേധം ഉണ്ടാകുന്നത് ഒന്ന് മാതാപിതാക്കളുടെ ശ്രദ്ധയില്ലായ്മയിലൂടെയാണ്, 2 ചെറുപ്പത്തിലുണ്ടാകുന്ന ബന്ധങ്ങളിലൂടെയാണ് ഈ നിഷേധം പിച്ചവെച്ചു തുടങ്ങുന്നത്. വളരെയധികം പേടിക്കേണ്ട കാര്യമാണ്. അള്ളാഹു നിഷേധത്തെ തൊട്ട് നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. എല്ലാ പാപങ്ങളും പൊറുക്കപ്പെടും, നിഷേധമാകുന്ന പാപം പൊറുക്കപ്പെടുന്നതല്ല. രണ്ടാമത്തെ ദുർഗുണം ദുഷ്കർമ്മങ്ങൾ. നമസ്കാരം ഉപേക്ഷിക്കൽ, നോമ്പ് ഉപേക്ഷിക്കൽ, ദാനധർമ്മങ്ങൾ ഉപേക്ഷിക്കൽ, ഹജ്ജ് ചെയ്യാതിരിക്കൽ, അതിന് പകരം തിന്മകൾ പ്രവർത്തിക്കൽ, കൈകൊണ്ട്, കാലുകൊണ്ട്, നാവുകൊണ്ട്, കണ്ണുകൊണ്ട്, കാതുകൊണ്ട് തിന്മകൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കൽ. ഇതിനാണോ അല്ലാഹു നമുക്ക് ശരീരം തന്നത്? ജീവനത്തെ സമ്പന്നമാക്കാനും അനുഗ്രഹീതമാക്കാനും അല്ലാഹു നൽകിയ അവയവങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തിന്മകൾ പ്രവർത്തിക്കുന്നത് വലിയ നന്ദികേടാണ്. രണ്ടാമത്തെ ദുർഗുണം ഇതാണ്. മൂന്നാമത്തെ ദുർഗുണം അസത്യം കൊണ്ട് കൽപ്പിക്കൽ. സ്വയം നന്നാകുകയുമില്ല, മറ്റുള്ളവരെ നന്നാകാൻ അനുവദിക്കുകയുമില്ല. തിന്മകൾ കൊണ്ട് കൽപ്പിക്കൽ. നമസ്കരിക്കേണ്ട, ദാനധർമ്മം എന്തിനാണ്, നോമ്പ് പിടിച്ചിട്ട് എന്ത് കിട്ടാനാണ്? വലിയ ദുഷ്കർമ്മമാണ് സഹോദരങ്ങളെ. നാലാമത്തെ ദുഷ്കർമ്മം ദുസ്വഭാവം, വെപ്രാണങ്ങൾക്ക് പ്രേരിപ്പിക്കലാണ്. ജീവിതയാത്രയിൽ വല്ല ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വന്നു, ആ സമയത്ത് മനുഷ്യനെ ആവശ്യമില്ലാതെ കുത്തിയിളക്കി മോശമായ വഴിയിലേക്ക് തള്ളിവിടും. അല്ലാഹു പറയുന്നു, ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ. ഈ ദുർഗുണങ്ങളുടെ പേരിൽ മനുഷ്യൻ നാശത്തിലാകുന്നതാണ്. ഈ ലോകത്തും നാശത്തിലാകുന്നതാണ്, നാളെ പരലോകത്തും നാശത്തിലാകുന്നതാണ്. പടച്ചവൻ വലിയ അധികാരം കൊടുത്തു, അവസരങ്ങൾ കൊടുത്തു, പ്രവാചകനെ നിയോഗിച്ചു, നന്നാകാൻ വേണ്ടി ഉപദേശിച്ചു. എന്നിട്ട് നന്നായില്ല. ഫിർഔനെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ പറയുന്നു, ഈ ലോകത്തും അവർക്ക് ശാപം നൽകപ്പെട്ടു, നാളെ ഖിയാമത്ത് നാളിലും അവർ ശപിക്കപ്പെടുന്നതാണ്. ഈ ലോകത്ത് ഇന്നും ശപിക്കപ്പെടുന്നു. നല്ലവരായ ആളുകൾ അവനെപ്പറ്റി കേട്ടുകഴിഞ്ഞാൽ അസ്വസ്ഥമാകുന്നു. നാളെ പരലോകത്തിലും അവൻ ശപിക്കപ്പെട്ട നിലയിൽ വരുന്നതാണ്. യഖ്ദുമു ഖൗമഹു യൗമൽ ഖിയാമത്തി ഫൗറദഹുമുന്നാർ. മഹാന്മാരായ നബിമാർ സമുദായത്തെയും നയിച്ചുകൊണ്ട് സ്വർഗത്തിന്റെ ഉന്നതങ്ങളിലേക്ക് പോകുമ്പോൾ ഇവൻ അധികാരം കൊടുത്ത, നാവ് കൊടുത്ത, ആരോഗ്യം കൊടുത്ത, ശേഷികൾ കൊടുത്ത ഇവൻ ജനങ്ങളെയും നയിച്ച് നരകത്തിലേക്ക് പോകുന്നതാണ്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആകയാൽ സഹോദരങ്ങളെ, ഖുർആൻ പറയുന്നു ജീവിതത്തിന് 2 ഭാഗമാണുള്ളത്, മൂന്നാമത്തെ ഭാഗമില്ല. ഒന്നെങ്കിൽ ജീവിതം നമുക്ക് അനുഗ്രഹം, നമ്മുടെ കുടുംബത്തിന് അനുഗ്രഹം, നമ്മുടെ നാടിന് അനുഗ്രഹം, വീടിന് അനുഗ്രഹം, മുഴുവൻ ജനങ്ങൾക്കും അനുഗ്രഹം.
അത് അടുത്ത ആയത്തിൽ പറയും. ഈ ആയത്തിൽ അല്ലാഹു പറയുന്നു, അല്ലെങ്കിൽ ജീവിത നാശം, ശാപം, നഷ്ടം, തലവേദന, ഭാരം, നിങ്ങൾക്ക് തന്നെ നാശം, നിങ്ങളുടെ കുടുംബത്തിന് നാശം, നാടിനും വീടിനും നാശം, പ്രപഞ്ചത്തിന് മുഴുവനും നാശം.